കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ജോലിക്ക് കയറിയ സമയം ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ആ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സമയത്ത് അമ്മ ഇങ്ങനെ കൈകൊണ്ട് വാങ്ങിയിട്ട് കണ്ണ് നിറഞ്ഞൊരു സീനാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ ആദ്യത്തെ ശമ്പളം വാങ്ങി കൈകളിലേക്ക് കൊടുത്തപ്പോൾ ആ അമ്മയുടെ കരച്ചിൽ അല്ലെങ്കിൽ ആ കണ്ണ് നിറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം അമ്മ പറയുന്നത്, എടാ ഞാൻ ചെറുപ്പത്തിൽ എന്നോട് എപ്പോഴും പറയാറില്ലേ പഠിച്ചോ 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 എന്ന്. ഒരിക്കലും ഞാൻ ഈ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് ഈ പൈസ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനടാ, ഇജി ഒരു ഷർട്ടും പാൻറ് എടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തു തരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനിയത്തിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറയുന്നുണ്ട്. അതായത് ഉമ്മാക്ക് ഭയങ്കര, അതായത് ശരിക്കും പറഞ്ഞാൽ നല്ല പൊലിവ് ഉമ്മാക്ക്. ഇനി ഞാൻ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. ഇത് നിങ്ങളുടെ പ്രായത്തിൽ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൈകളിലേക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്, അതായത് ഉമ്മ അല്ലെങ്കിൽ അമ്മ ഞാൻ പഠിച്ചു വാങ്ങിയ എൻ്റെ സ്കോളർഷിപ്പാണെന്ന് പറഞ്ഞ് 48,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ ATM കാർഡ് നിങ്ങളുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ അവസരം ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്കിത് പറയുമ്പോൾ തന്നെ കുറച്ചെന്താണ് ഞാൻ പറയുന്നത്, ഇമോഷനായി വരുന്നുണ്ട്. കാരണം ഞാൻ ആ വർഷത്തെയും എൻ്റെ ബാല്യകാലത്തേക്ക് ആലോചിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോൾ പറയും നന്നായിട്ട് പഠിക്കണടാ, നന്നായിട്ട് പഠിക്കണടാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്ന് പറയും. പക്ഷെ ഞാൻ ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ കൈകളിലേക്ക് കൊടുക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ, അതായത് 12 വയസ്സും 13 വയസ്സും മാത്രം പ്രായമുള്ള നിങ്ങൾ സ്കോളർഷിപ്പ് കിട്ടിയ പൈസ നിങ്ങളുടെ വീട്ടുകാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, അച്ഛാ ഈ പൈസക്ക് ഒരു ഷർട്ട് വാങ്ങിക്കോ, ഒരു മുണ്ട് വാങ്ങിക്കോ, അല്ലെങ്കിൽ ഒരു പാൻറ് വാങ്ങിക്കോ. അല്ലെങ്കിൽ അമ്മനോട് പറയാണ്, അമ്മ ചെറുതാണെങ്കിൽ ചെറുത്, നിങ്ങൾ പറയാണ് ഒരു സാരി വാങ്ങിക്കോ, എന്നിട്ട് ഈ കല്യാണത്തിന് ഈ സാരി എടുത്തു പോയാൽ മതി. ഇനി പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആഭരണവും ധരിക്കാൻ നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടും ഒരു ആഭരണങ്ങളും ധരിക്കാൻ കഴിയാത്ത നിങ്ങളുടെ അമ്മക്ക് ഒരു ചെറിയ കമ്മൽ വാങ്ങിച്ചു കൊടുക്കുക, ചെറിയൊരു ഇത് വാങ്ങിച്ചു കൊടുക്കുക, കിട്ടാവുന്ന സന്തോഷം അതിലേറെ ഇല്ലടാ. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ NMMS. ഈ NMMSൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ മക്കളെ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫ്ലെക്സ് ബോഡി ഫോട്ടോ വരില്ല മാത്രമല്ല, ആ ഫ്ലെക്സ് ബോഡി ഡെയിലി നിങ്ങളുടെ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ അവരുടെ കൺമുന്നിൽ കാണാം നാട്ടിലൊരു ഫ്ലെക്സ്, സ്കൂളിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഒരു ഫ്ലെക്സ്. അപ്പോൾ ഈ പാരൻസ് മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ ഇതിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ കാണാണ്. ചിലപ്പോൾ 1-2 കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 കുട്ടികളെ NMMS സ്കോളർഷിപ്പ് വാങ്ങിയ കുട്ടികളുണ്ടാവുള്ളൂ. ആ ഫ്ലെക്സിൽ നിങ്ങൾ ഫോട്ടോ വെക്കുമ്പോൾ ആ സ്കൂളിൽ ഏറ്റവും കിടിലൻ മക്കളാവാണ്. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് പാരൻസ് മീറ്റിങ്ങിലും പാരൻസിനെ വിളിച്ചിട്ട് സ്റ്റേജിൽ നിന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, കുട്ടി കൊള്ളാം കേട്ടോ, കുട്ടി അടിപൊളിയാണ് കേട്ടോ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മെഡൽ ഇട്ട് തരുമ്പോൾ അവരവിടെ നിന്ന് ഗാലറിയിൽ നിന്ന് അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ കാണുന്നുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും നമ്പർ 1 സ്കോളർഷിപ്പ് എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. നന്നായിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ ഓക്കെയാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൈകളിലേക്ക് വരുന്ന 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ്. ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു എമൗണ്ട് കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ സ്വപ്നം കണ്ടോളൂ. നിങ്ങൾ അങ്ങനെ ഒരു കാലം ആലോചിച്ചോളൂ. നിങ്ങളുടെ പൈസ കൊണ്ട് അച്ഛനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ പൈസ കൊണ്ട് അമ്മക്കൊരു കമ്മൽ വാങ്ങിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ അനിയത്തിക്കൊരു ബ്രോസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്, അവൾക്ക് എന്താണോ ഇഷ്ടം, അവനക്ക് എന്താണോ ഇഷ്ടം, ഇത് നിങ്ങളുടെ പൈസ കൊണ്ട് ചെറുപ്രായത്തിൽ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ ഗ്രേറ്റ് ഒന്നുമില്ലടാ. നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞു. സക്സസ് ആവും മക്കളെ. നമ്മൾ കൂടെയുണ്ട് നിങ്ങളെ സെറ്റാക്കാം. താങ്ക് യു.